വരുന്നു. ഇസ്രയേലിൽ വീണ്ടും നിരവധി സൈറനുകളാണ് മുഴങ്ങുന്നത്. അവിടെ ഇറാന്റെ പ്രത്യാക്രമണമാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കേൾക്കുമ്പോൾ ഇതാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം. 10 മിനിറ്റ് മുമ്പ് വരെ ഇപ്പോൾ മലയാളികളടക്കം അവിടുന്ന് വ്യക്തമാക്കുന്ന കാര്യം 10 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ അവർക്ക് അലേർട്ട് ലഭ്യമായി കഴിഞ്ഞു. മിസൈൽ അറ്റാക്ക് ഉണ്ടായാൽ നേരത്തെ തിരിച്ചറിയാൻ കഴിയും എന്നതാണ് ഇപ്പോൾ അവർ ഇസ്രയേൽ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനം. ജനങ്ങൾക്കും അത്തരം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇറാന്റെ പ്രത്യാക്രമണം ആരംഭിച്ചു എന്ന വിവരമാണ്. ഇതിൽ ആശങ്കപ്പെടുന്ന മറ്റൊരു വാർത്ത കൂടി വരുന്നത്, ഹിസ്ബുള്ളയോട് നേരിട്ട് ഈ യുദ്ധത്തിൽ വീണ്ടും ഇടപെടാൻ ഇറാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് കൂടി ഇസ്രയേലിനെതിരെ അറ്റാക്ക് ഉണ്ടാവുന്നു എന്ന സാഹചര്യം ഉണ്ടാകും. ഒരു വശത്തു നിന്ന് ഇറാനും മറുവശത്തു നിന്നും ഹിസ്ബുള്ളയുടെ അറ്റാക്ക് കൂടി ഇസ്രയേലിന് നേരിടേണ്ടി വന്നേക്കാം. അമേരിക്കയുടെ ഇപ്പോഴത്തെ നടപടി വഴിവെച്ചിരിക്കുന്നത് അത്ര ശക്തമായ സൈനിക നീക്കങ്ങൾക്കാണ്. എന്താണ് സംഭവിക്കുന്നത് വിശദമായി വീണ്ടും പരിശോധിക്കാം. കിരൺ ബാബു ഒപ്പം മിഥുനുണ്ട്. കിരൺ, ഇപ്പോൾ ഹിസ്ബുള്ളയോടുകൂടി ഈ യുദ്ധത്തിന് നേരിട്ടിറങ്ങാൻ ആവശ്യപ്പെടുന്നു ഇറാൻ. കാരണം ഇറാന് ഇത്രയധികം നാശനഷ്ടമുണ്ടാക്കിയ സംഘർഷത്തിൽ വൻ തിരിച്ചടി തന്നെ അവർ ലക്ഷ്യമിടുന്നുണ്ട്. ആ നീക്കങ്ങൾ തന്നെയാണോ ഇപ്പോൾ അവിടെ നിന്നും വരുന്ന വാർത്തകൾ? സജിത്തെ, അങ്ങനെ തന്നെയാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ നേരിട്ടതിൽ ഏറ്റവും കനത്ത തിരിച്ചടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നേരിട്ടിരിക്കുന്നത്. അത്തരമൊരു തിരിച്ചടി ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടലുണ്ടായിരുന്നെങ്കിലും അത് ഇത്ര വേഗം ഉണ്ടാകുമെന്ന് ഇറാൻ ഒരു തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഇറാൻ ഇപ്പോൾ വീണ്ടും തിരിച്ച് ആക്രമണത്തിന് തുടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയെ കൂടി ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് വരണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലെബനിൽ നിന്ന് ആ തരത്തിലേക്ക് കൂടി ഇസ്രായേലിന് നേരെ ആക്രമണം ഉയരാൻ വഴിയുണ്ട്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും എന്നൊക്കെ ഇറാൻ പറഞ്ഞിരുന്നെങ്കിലും പ്രധാനമായും അവർ ലക്ഷ്യമിടുന്നത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് അപ്പുറത്തേക്ക് അമേരിക്കയെ വീണ്ടും പ്രകോപിപ്പിച്ച് ഇതിലേക്ക് കൂടുതൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. അവിടെ ഇസ്രായേലിന് നേരെ അമേരിക്ക അടിച്ചടിക്കെല്ലാം തിരിച്ചു പ്രതികാരമായി ഇസ്രായേലിന് നേരെ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് വേണം കരുതാൻ. ഹിസ്ബുള്ള കൂടി ഇത്തരത്തിലേക്ക് ഒരു ആക്രമണത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് നേരെ പല ഭാഗത്തു നിന്നുള്ള ഒരേ സമയം ആക്രമണം നടത്താൻ കഴിയും എന്ന് വേണം കരുതാൻ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ മേഖല അവരുടെ അയൺ ഡോമൊക്കെ ഉപയോഗിച്ച് തകർക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അയൺ ഡോമുകളെ പോലും അതിന്റെ കാര്യപ്രാപ്തിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ബോംബുകൾ വർഷിക്കാൻ എന്തായാലും ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ നിരവധി മിസൈലുകൾ ഒരേ സമയത്ത് വിടുക, അതിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷ്യസ്ഥാനത്ത് കാണും എന്നുള്ള ഒരു രീതിയിലാണ് ഇറാന്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്താണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുകൂടി ഒരു ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം വേണം എന്നുള്ള അഭ്യർത്ഥന വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും രണ്ട് തരത്തിലുള്ള ആക്രമണങ്ങളെ, രണ്ട് ഇടങ്ങളിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ ഒരേ സമയം നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രാവിലെ തന്നെ ഇസ്രായേലിൽ ടെല്ലവീവിലടക്കം ഹൈഫയിലടക്കം ഇപ്പോൾ അപായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സൈറണുകൾ മുഴക്കിയിട്ടുണ്ട്. ജനങ്ങളിലെ ബങ്കറുകളിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം തുടങ്ങിയെന്ന് ഔദ്യോഗികമായി തന്നെ എന്തായാലും ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനി ഏതെങ്കിലും മിസൈലുകൾ ലക്ഷ്യസ്ഥാനം കാണുന്നോ അതോ അതിനു മുമ്പ് തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ വരും മിനിറ്റുകളിൽ മാത്രമാണ് നമുക്കറിയാൻ കഴിയും. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാവും എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനി മുതൽ അമേരിക്കയും അമേരിക്കൻ പൗരന്മാരും എല്ലാവരും ഇറാന്റെ ശത്രുക്കളായി ഞങ്ങൾ കണക്കാക്കും, അവരെ ഒരു തരത്തിലും ഞങ്ങൾ മിത്രങ്ങളായി കണക്കാക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് പ്രത്യേകമായ ഇളവില്ല, അത് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെ കൂടി അങ്ങനെ കണക്കാക്കുമെന്ന് പറയുകയും കനത്ത പ്രത്യാഘാതം ഇസ്രായേൽ നേരിടേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നു. മറ്റൊരു സാധ്യതയുള്ളത് UAE-യിലും സൗദി അറേബ്യയിലുമുള്ള അമേരിക്കയുടെ ബേസുകളാണ്. അതിനു നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള വിഷയമാണ്. സ്വാഭാവികമായും അത്തരമൊരു നീക്കത്തിലേക്ക് ഇറാൻ ഇപ്പോൾ പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ രംഗത്തെ വിദഗ്ധരുമൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു വല്ലാത്ത തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നൊക്കെ അതിനുശേഷം മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയൂ. എന്നാലും സ്വാഭാവികമായും ഇസ്രായേലിന് നേരെ തന്നെയാവും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം തൽക്കാലം ഒഴിവാക്കിക്കൊണ്ട് ഇസ്രായേലിന് നേരെ കൂടുതൽ വ്യോമാക്രമണം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ജെറുസലേമിലേക്കും വൈഫയിലേക്കും അതോടൊപ്പം തന്നെ ടെൽ അവീവിലേക്കും കൂടുതൽ വ്യോമാക്രമണം, ഒരേ സമയം മിസൈലുകൾ 25 മിസൈലുകളാണ് ഒരേ സമയം തൊടുത്തുവിട്ടത്. അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണം കൂടിയുണ്ട്. അത്
നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ തന്നെ അമേരിക്ക ഈ ആക്രമണം നടത്തിയ സമയത്ത് തന്നെ ഡ്രോണുകൾ ഇറാനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവണം. കാരണം 8 മണിക്കൂറുകൾ യാത്ര ചെയ്ത് വേണം ഡ്രോണിന് ഇറാഖിന്റെ അതിഭീമമായ വ്യോമാതിർത്തി കടന്ന് 1500-2000 കിലോമീറ്ററുകൾ കടന്ന് വേണം അവിടെ എത്താൻ. മിസൈലുകൾ എത്തുന്ന വേഗതയിൽ എത്തുന്നതല്ല ഡ്രോണുകൾ. അപ്പോൾ ഡ്രോണുകളുടെ ആക്രമണം നടന്നെങ്കിൽ നേരത്തെ തന്നെ ഇറാൻ അതിന് ഒരുങ്ങി എന്ന് വേണം കണക്കാക്കാൻ.